തൃശൂർ ദേശമംഗലത്ത് അപൂർവ രോഗം ബാധിച്ച നെൽച്ചെടികൾ നശിക്കുന്നു. മുണ്ടകൻ കൃഷിയുടെ രണ്ടാം വിളയാണ് വാടിക്കരിയുന്നത്. ഇതോടെ ലക്ഷങ്ങൾ മുടക്കി വിളവിറക്കിയ നിരവധി കർഷകരാണ് ആശങ്കയിലായിരിക്കുന്നത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ പല്ലൂർ നോർത്ത് പാടശേഖരത്തെ ഞാറുകളാണ് രോഗബാധ മൂലം ഉണങ്ങി നശിക്കുന്നത്. 50 ദിവസത്തോളം പ്രായമെത്തിയ മുണ്ടകൻ കൃഷിയുടെ രണ്ടാം വിള വാടിക്കരിയുകയാണ്. പാടത്തു നട്ട ഞാറ് അതേ നിലയിൽ തന്നെ നിൽക്കുകയും പിന്നീട് ഉണങ്ങിത്തീരുകയും ചെയ്യുന്ന പ്രതിഭാസം എന്തെന്നറിയാതെ ആശങ്കയിലാണ് കർഷകർ. മുസ്ലിയാർ വീട്ടിൽ തറയിൽ ഹസൻ എന്നയാളുടെ 14 ഏക്കർ കൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്. വരമംഗലത്ത് ഉമ്മറിൻ്റെ 12 ഏക്കറോളം കൃഷിയും നശിച്ചു. പടിഞ്ഞാറയിൽ യൂസഫ് ഹാജി, വലിയാകത്ത് അഷറഫ്, വടക്കേതിൽ നാസർ, പാറോലപ്പടി ഉണ്ണികൃഷ്ണൻ, തറയിൽ സഫിയ എന്നിവരുടെ കൃഷിയും അപൂർവ രോഗം ബാധിച്ച് നാശത്തിൻ്റെ വക്കിലാണ്. ലോണെടുത്തും കടം വാങ്ങിയും ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ കൃഷി നശിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കർഷകർ. നട്ടിട്ട് 44-45 ദിവസമായ നെല്ലാണ്. ഇതേ ദിവസം ഉരുകി പോകാന്നല്ലാതെ മേലോട്ട് നല്ല വളർച്ച കിട്ടുന്നില്ല. ഇത് 10-14 ഏക്കർ ഞാൻ മാത്രം കൃഷി ചെയ്തിട്ടുണ്ട്, പാട്ടത്തിനെടുത്തിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കൃഷി വകുപ്പിൽ നിന്ന് വന്നിട്ട് അവർ പറഞ്ഞ മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കടം കള്ളി മേടിച്ച് പണം വെച്ചിട്ടും പലിശയ്ക്ക് മേടിച്ചിട്ടും പണിതിട്ട് 4-5 ലക്ഷം രൂപ എനിക്ക് തന്നെ ചെലവായിട്ടുണ്ട്. പ്രദേശത്തെ 40ഓളം ഏക്കർ സ്ഥലത്തെ കൃഷി അപൂർവ രോഗം ബാധിച്ച് നശിച്ചു കഴിഞ്ഞു. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് രോഗം വ്യാപിക്കുമോ എന്ന ഭീതിയിലാണ് മറ്റുള്ള കർഷകർ. കൈരളി ന്യൂസ്, തൃശൂർ.